3 തവണയും പുറത്തുനിന്ന് ചെയ്തു. ഈ ഹെയറിന് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ റീഗ്രോത്ത് ചെയ്യുന്ന സമയത്ത് സെക്കൻഡ് ടൈം ഫസ്റ്റ് ചെയ്തത് നാട്ടിൽ വെച്ചിട്ടല്ലേ, പിന്നെ ചെയ്തത് പുറത്തുനിന്ന്. ആ ചെയ്തതിനകത്ത് വന്ന മിസ്റ്റേക്കാണ്. ഇപ്പം ഇത്രയും പോർഷൻ സ്ട്രെയിറ്റ്, പിന്നെ ഇവിടെ വേവി, ഇത് കഴിഞ്ഞ് സ്ട്രെയിറ്റ്, പിന്നെ വേവി, അങ്ങനെ 3 രീതിയിലാണ് ഇപ്പോൾ ഈ ഹെയർ കിടക്കുന്നത്. ഇങ്ങനെയുള്ള ഹെയർ വരുമ്പം സ്മൂത്തനിങ് ആയിരുന്നു ഉദ്ദേശിച്ചത് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതിനകത്ത് സ്മൂത്തനിങ് ചെയ്യാന്ന് പറയുമ്പം കുറച്ച് ഹൈ റിസ്ക്കാണ്. കാരണം ഈ ഭാഗം, ഈ ബെൻഡ് എന്തായാലും നമ്മൾ ക്ലിയർ ചെയ്യണം, എന്നാലേ നമുക്കിത് മൊത്തത്തിൽ ആ ഒരു ഫിനിഷിങ് ഉണ്ടാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഇവിടെ സ്ട്രെയിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെയും കുറച്ച് സ്ട്രെയിറ്റ്, പിന്നെ ഒരു ബെൻഡ്, പിന്നെ സ്ട്രെയിറ്റ് എന്നുള്ള ആ ഒരു ഇത് വരും. അതിനേക്കാളും നമുക്ക് മൊത്തം സ്ട്രെയിറ്റ് ആയിട്ട് വരുമ്പോഴാണ് ഒരു ഫിനിഷിങ് ഉണ്ടാവുക. അപ്പം സ്മൂത്തനിങ് ചെയ്യുമ്പം നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ ബ്രേക്കേജ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഒന്ന്, ഈ ഹെയർ കുറച്ച് ഇതും കൂടിയാണ്, കളേർഡും കൂടിയാണ്. ചെറുതായിട്ട് ഇത് പ്രീലൈറ്റും ചെയ്തിട്ടാണോ കളർ ചെയ്തേക്കുന്നത്? അപ്പം അങ്ങനെ കളർ ചെയ്ത മുടിയിലും നമുക്ക് കെമിക്കൽ അപ്ലിക്കേഷൻ ബുദ്ധിമുട്ടാണ്. കെമിക്കൽ അപ്ലൈ ചെയ്യുമ്പോൾ ആ മുടി ഒരു തരം ശൃംഗായ ഫീൽ ഉണ്ടാവും. ഹെയർ ബ്രേക്കേജ് വരുന്നത് മാത്രമല്ല, നമുക്ക് കാണുമ്പോൾ ആ ഒരു സ്മൂത്ത് ഫിനിഷിങ് ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് ഹെയറിൻ്റെ കണ്ടീഷൻ വരുന്നത്. ഹെയർ ഇവിടുന്ന് ഇപ്പോൾ കേളിയാണ്, ഇവിടെ കുറച്ച് ഏരിയ സ്ട്രെയിറ്റ് ആണ്, പിന്നെ വീണ്ടും കേളിയാണ്, പിന്നെ ബാക്കി സ്ട്രെയിറ്റ് ആണ്. ഇങ്ങനെ 3 രീതിയിലായിട്ടാണ് ഹെയർ കിടക്കുന്നത്. ഇതിനകത്ത് അതുകൊണ്ടാണ് ഞാൻ സ്മൂത്തനിങ്ങിലേക്ക് പോകണ്ട എന്ന് സജസ്റ്റ് ചെയ്തത്. സ്മൂത്തനിങ് ചെയ്യുന്നതിനേക്കാണ്. പക്ഷേ സ്ട്രെയിറ്റ് ലുക്ക് നിർബന്ധമാണ് അല്ലേ? പ്രോട്ടീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെയിറ്റ് ലുക്ക് നമുക്ക് അത്രത്തോളം ഇതാക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ്. പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ലുക്ക് കിട്ടും. അതേപോലെ തന്നെ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് അത് ലിമിറ്റഡ് വാഷസേ നിൽക്കുള്ളൂ. അത്രയും വാഷ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ബാക്ക് ടു നോർമൽ പോകും. അതേപോലെ തന്നെ നമുക്ക് ആ ഒരു പക്ക സ്മൂത്തന് ചെയ്താൽ കിട്ടുന്ന പോലത്തെ സ്ട്രെയിറ്റ് ലുക്കും കിട്ടില്ല. പക്ഷേ ഈ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് ആണെങ്കിൽ നമുക്ക് സ്മൂത്തൻ ചെയ്ത പോലത്തെ സ്ട്രെയിറ്റ് ലുക്ക് കിട്ടുകയും ചെയ്യും. പക്ഷേ അത് പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് ആണ്. പ്ലസ് നമുക്ക് ഒരു 200 വാഷസ് വരെ ഇത് ലാസ്റ്റ് ചെയ്യും. 200 വാഷസ് വരെ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 1 ഇയർ. അപ്പം അത്ര ഇത് ലാസ്റ്റ് ചെയ്ത് കിട്ടും. ലാസ്റ്റ് ചെയ്യുമ്പോഴും നമുക്ക് ഈ റീഗ്രോത്ത് വരുന്നത് സെയിം ഇതേപോലെ തന്നെ റീഗ്രോത്ത് വരും. പക്ഷെ ബാക്കിയുള്ള മുടിയിൽ നമുക്ക് ആ ചെയ്തത് അതുപോലെ ഇരിക്കും. അപ്പം ആ ഒരു ട്രീറ്റ്മെൻറ്റാണ് ചെയ്യുന്നത്. ചെയ്ത് നോക്കിയാൽ അറിയാം. ഇതിന് പിന്നെ ആകെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞത് 200 വാഷസ് നിൽക്കുമെന്ന് പറഞ്ഞല്ലോ. ഇതിനകത്ത് നമുക്കൊരു ചെറിയൊരു സർവീസ് വരുന്നുണ്ട്. അത് ചെയ്യുകയാണെങ്കിൽ ഹെയർ ഒന്നുകൂടെ ഹെൽത്തി ആയിട്ട് കിടക്കും. അതൊരു 6 മന്ത്സ് കഴിഞ്ഞിട്ട് അതിനൊരു പ്ലക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുണ്ട്. അത് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഹെൽത്തി ആയിരിക്കും. ഹെയർ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് നന്നായിട്ടിരിക്കും. ഒന്നുകൂടെ ഫ്രഷ് ലുക്കിലേക്ക് മാറും ഹെയർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ. അപ്പം എബ്രോഡ് ആയതുകൊണ്ട് അത് എത്രത്തോളം പറ്റും എന്നുള്ളതാണ്. പറ്റുകയാണെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുത്തോളാം. അവിടെ നിന്ന് ചെയ്യുകയാണെങ്കിൽ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു കൊടുത്തോളുന്നുണ്ട്. അപ്പം വലിയ ബുദ്ധിമുട്ട് വരികയാണ്. ചെയ്യാന്നുണ്ടെങ്കിൽ ഇതായിരിക്കും ഏറ്റവും നല്ലത്. സ്ട്രെയിറ്റ് ആയി കിട്ടുന്നത് അത്യാവശ്യം നല്ല കേളിയാണ് അല്ലേ? അതുകൊണ്ടായിരിക്കില്ലേ ഈ 3 വർഷം ഇയർലി ആണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അത് ഇയർലിയാണ് ചെയ്തത്. ഇതിപ്പോൾ 1 ഇയർ ആയി. ഇപ്പോൾ ലാസ്റ്റ് ചെയ്തിട്ട് 1 ഇയർ ആയി. അതിന് മുന്നേ 1 ഇയർ ബിഫോർ ആയിരിക്കും. അപ്പോൾ ഈ സെക്കൻഡ് ടൈം ചെയ്തപ്പം ഈ ഒരു സംഭവം നോട്ടീസ് ചെയ്തില്ല? ഇല്ല. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് കിടക്കേണ്ടത്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നൊരു 2 മന്ത്സ് ആയിട്ടാണ് ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ളത്. കാരണം ഈ ഒരു സംഭവം വന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു പ്രശ്നം വന്നത്. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രശ്നമില്ല. സിമ്പിളായിട്ട് റീഗ്രോത്ത് ചെയ്ത് കഴിഞ്ഞ് നമുക്കൊന്നും അതിലേക്ക് അധികം ഇതാക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. ഇതാണെങ്കിലും നമ്മൾ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ്. സൾഫേറ്റ് ഫ്രീ ഹോം കെയർ നിർബന്ധമായിട്ട് യൂസ് ചെയ്യണം. അത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്കിതിൽ ഒരു ഗ്യാരണ്ടിയും ഇല്ല. അത് നിർബന്ധമായിട്ട് ഉപയോഗിക്കാം. അത് പ്രൊഫഷണൽ സീരീസ് തന്നെ ഉപയോഗിക്കണം കേട്ടോ. നമ്മളിപ്പം ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന അങ്ങനത്തെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന പ്രോഡക്റ്റ് യൂസ് ചെയ്യരുത്. അത് മാത്രമേ കെയറിങ് എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇത് ശ്രദ്ധിക്കുക. പിന്നെ 6 മാസം കഴിഞ്ഞിട്ട് പറ്റുവാണെങ്കിൽ അതിൻ്റെ ഒരു സർവീസ് എടുക്കുക. അപ്പം ഇതാണ് പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് കാണാം. ഒരു 200 വാഷ് വരെ ഇത് ലാസ്റ്റ് ചെയ്ത് കിട്ടും. അത്രയും വാഷസ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വലിയ കിട്ടലാണ് ഒരു പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റിനകത്ത്. ചെയ്യാം.
ഞാനിവിടെ സ്മൂത്തനിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷേ എൻ്റെ ഹെയർ കണ്ടിട്ട് ഇവരാണ് എനിക്ക് പ്രോട്ടീൻ സജസ്റ്റ് ചെയ്തത്, പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ്. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ഇവിടുത്തെ സർവീസ് ആണെങ്കിലും അതുപോലെ സ്റ്റാഫ്സും എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പറ്റുകയാണെങ്കിൽ നിങ്ങളും ട്രൈ ചെയ്തു.